ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോം ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതായത് വീടൊക്കെ നന്നായി ഓർഗനൈസ് ചെയ്ത് ഭംഗിയായി വയ്ക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ ഓർഗനൈസ് ചെയ്തൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഹോം ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടിനെ ഒരു ഓർഗനൈസ്ഡ് ഹോം ആക്കി മാറ്റാൻ സാധിക്കുക എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു വീട് കംപ്ലീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, വളരെ സ്ലോലി വേണം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തു തുടങ്ങാൻ. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സിമ്പിളായ ഒരു ഏരിയ ആദ്യം ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന പോലെ ഇപ്പം നമ്മുടെ പിന്നെ സ്റ്റോപ്പിനോട് ചേർന്നിട്ടുള്ള നമ്മൾ ഒരു ട്രേ ഒക്കെ വെച്ച് നമ്മുടെ ഓയിൽ ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും ഒരു ചെറിയ ഏരിയ ആണ്, പക്ഷെ നമ്മൾ ആ ഏരിയ എന്നും യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അതവിടെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഏരിയ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യം തന്നെ വലിയൊരു ഏരിയയിൽ പോയിട്ട് എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഷെൽഫുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അത് എംപ്റ്റി ആക്കിയതിന് ശേഷം വേണം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങാൻ. കാരണം എംപ്റ്റി ആക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് എത്രത്തോളം സ്പേസ് ഉണ്ട്, എത്രത്തോളം ഭംഗിയാക്കിയിട്ട് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ ആ ഏരിയ ആദ്യം കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കിയതിന് ശേഷം നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഏരിയയിൽ ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനും, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വിസിബിളായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ ആദ്യം വയ്ക്കാൻ, അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ബേസിക് എന്ന് വേണമെങ്കിൽ പറയാം, ഡീക്ലട്ടറിങ്. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പഠിച്ചിരിക്കണം. അതായത് പിന്നെ നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങൾ എത്രത്തോളം നമ്മുടെ വീട്ടിലിരിക്കുന്നു അത്രത്തോളം നമ്മുടെ വീട് എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരേ ഐറ്റം സാധനങ്ങൾ ഒരേ ഷെൽഫുകളിലൊക്കെ വെക്കാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യം വരുമ്പോൾ എടുക്കാൻ നേരത്ത് പിന്നെ നമ്മളത് തിരഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം അതിനനുസരിച്ചിട്ടുള്ള ഷെൽഫുകൾ നമ്മൾ ചൂസ് ചെയ്യും. ഒരേ രീതിക്കുള്ള കാര്യങ്ങൾ ഒരേ ഷെൽഫുകളിൽ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ അതിന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കിച്ചൺ ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാക്കാനും, അതുപോലെ ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നമുക്ക് കിച്ചണിലെ ഐറ്റംസ് മാക്സിമം കിച്ചണിൽ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതുപോലെ ബുക്കുകൾ എപ്പോഴും നമ്മൾ ഫ്രീ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ടൈമിൽ എവിടെയാണോ ഇരിക്കാറുള്ളത് അതിനോട് അടുത്തായിട്ട് നമ്മളത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെയാണ് നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആവുകയും ചെയ്യുള്ളൂ. നമ്മൾ ആ ഓർഗനൈസ് ചെയ്തത് നമുക്കൊരു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ഡോറിനോടൊക്കെ ചേർന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിസിബിൾ ആവുമല്ലോ. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ഫോൾഡിങ് രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സൗകര്യങ്ങളാണ് നോക്കേണ്ടത്. ഭംഗിയേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ കബോർഡിൽ എത്ര സ്ഥലമുണ്ട്, അത് എങ്ങനെ വെച്ചാലാണ് നമുക്ക് കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് കിട്ടുക, അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം വേണം
നമ്മൾ ഏത് ഫോൾഡിങ് രീതികൾ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് ആയാലും ആ ഐറ്റംസിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ സ്റ്റോറി ബുക്സ്, ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന സ്റ്റോറി ബുക്സ് ആണെങ്കിൽ സ്റ്റോറി ബുക്സൊക്കെ ഒരു കാറ്റഗറി ആക്കുക. നമ്മൾ വായിക്കുന്ന നോവൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ്. അതുപോലെ അതുപോലെ എല്ലാ ഏരിയകളിലും കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, സ്നാക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ബാസ്ക്കറ്റ്സും കാര്യമൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ അവയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ വാങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റൊക്കെ വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അത് വെക്കാനുള്ള സ്ഥലം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ മനസ്സിലാക്കി പോയതിന് ശേഷം വേണം നമ്മൾ ബാസ്ക്കറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്കതിൽ എന്തൊക്കെ വെക്കാനുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലുള്ളതും ഒക്കെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഭംഗിക്ക് മാത്രം ഒരിക്കലും ഇമ്പോർട്ടൻ്റ് കൊടുക്കരുത്. അങ്ങനെ ഭംഗിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ ഓർഗനൈസേഴ്സൊക്കെ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് ഫ്യൂച്ചറിൽ അത് യൂസ്ഫുൾ ആവില്ല. നമ്മളത് നമ്മുടെ ക്യാഷും ഒരുപാട് വേസ്റ്റ് ആവും, പിന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചതെല്ലാം വെറുതെ ആവും. അതുകൊണ്ട് അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീടൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാവാനും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.